തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജേഷ്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന 100 ഖാദി ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന പദ്ധതിക്ക് കീഴിലാണ് യൂണിറ്റുകൾ സ്ഥാപിക്കുകയെന്നും മന്ത്രി. റംസാൻ മാസത്തിലെ അവസാന വെള്ളി ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ചാലക്കുടിയിൽ നഗരമേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. തിരച്ചിൽ വ്യാപിപ്പിച്ച് വനം വകുപ്പ്. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMA-യുമായി യുവാവ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുരക്ഷയ്ക്ക് 350ഓളം പോലീസുകാരെ നിയമിക്കും. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. 12 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ടിലെ പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജേഷ്. 2024 ഒക്ടോബറിൽ നിലവിൽ വന്ന കേന്ദ്ര നിയമം തൃശൂർ പൂരം വെടിക്കെട്ടിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം ഭാരവാഹികൾ നിയമഭേദഗതിക്കായി കേന്ദ്രമന്ത്രിയെ സമീപിച്ചെങ്കിലും പരിഹാരമായില്ലെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിനിൽ നിന്ന് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്കുള്ള ദൂരം 45 മീറ്ററിൽ നിന്ന് 200 മീറ്ററാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് വെടിക്കെട്ടിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ നിയമം ഭേദഗതി ചെയ്യാനായി ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടെങ്കിലും പരിഹാര നടപടികൾക്ക് കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെന്റ് ശ്രീ പീയൂഷ് ഗോയൽജിനെ കണ്ടിരുന്നു. ഇതുവരെ ഒന്നും മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് അറിയില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ നടത്തുക എന്നുള്ളതന്നെ പ്രശ്നം. സെൻട്രൽ ഗവൺമെൻറ് വേണ്ട രീതിയിലുള്ള പരിഗണന തരുന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് പേരൻറ്റ് ആക്റ്റായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഭേദഗതി. അങ്ങനെ വരാൻ പാടില്ല. ആ പേരൻറ്റ് ആക്ടിൽ മാഗസിൻ ടു ഡ്വെല്ലിംഗ് ഹൗസസ് 45 മീറ്റർ, അതായത് ഒരു മാഗസിനിൽ നിന്ന് വീട് വെക്കാം 45 മീറ്റർ. എന്നാൽ മാഗസിനിൽ നിന്നും ഫയർ ലൈനിക്ക് 200 മീറ്റർ വേണമെന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്നുള്ള നിലയ്ക്ക് തോന്നുന്നില്ല. ആർക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി പോലെ അതിനെപ്പറ്റി ചെറിയൊരു പരാമർശം ചെയ്തിട്ടുണ്ട്. അൺറീസണബിൾ എന്തോ പറഞ്ഞിട്ട് എനിക്കത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് പഴയ പോലെ 45 മീറ്ററാക്കിയ ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ സാഹചര്യത്തിൽ MP-യും കേന്ദ്രമന്ത്രിമാരും ഇടപെട്ട് നിയമഭേദഗതി വരുത്തുകയോ പുതിയ നിയമം നടപ്പാക്കുന്നത് താൽക്കാലികമായി മാറ്റിവെക്കുകയോ ചെയ്യണമെന്ന് ജി രാജേഷ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പൂരം വെടിക്കെട്ട് നടത്തിപ്പിനായി കോടതിയെ സമീപിക്കുക മാത്രമേ മാർഗമുള്ളൂവെന്നും രാജേഷ് വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന 100 ഖാദി ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തുടൻ ആരംഭിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ അറിയിച്ചു. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന പദ്ധതിക്ക് കീഴിൽ ഏബിൾ പോയിന്റ് എന്ന പേരിലാണ് ഓരോ യൂണിറ്റും സ്ഥാപിക്കുക. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിട്ട് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമായും ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രങ്ങളായിട്ടാണ് ഏബിൾ പോയിന്റുകൾ സ്ഥാപിക്കുക. ഭിന്നശേഷിക്കാർക്കൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മാനസിക രോഗം ഭേദമായവർ, ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷകർത്താക്കൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. മാനദായകമായ തൊഴിലുകളിലേക്ക് അവരെ നയിക്കുക, സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. ഏബിൾ എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പാക്കുക. ഏബിൾ പോയിന്റ് എന്നാണ് ഇതിലെ യൂണിറ്റുകൾക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. ഗുണഭോക്താക്കളെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ തന്നെയാണ് കണ്ടെത്തുക. അതുപോലെ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ വിധത്തിലും ഫലപ്രദമായ നിലയിലും ഈ പോയിന്റുകളെ പിന്തുണ കൊടുത്ത് സഹായിച്ചു മുന്നോട്ട് പോകുന്നതിന് ക്ഷേമ കോർപ്പറേഷൻ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും. റവന്യൂ, ദേവസ്വം, ടൂറിസം വകുപ്പുകളുടെ കീഴിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയും ഇതിനായി കണ്ടെത്തും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രമുഖ ആരാധനാലയ പരിസരങ്ങൾ എന്നിവിടങ്ങളും പദ്ധതിക്ക് ഇടങ്ങളാകും. പെട്ടെന്ന് സജ്ജീകരിക്കാനാകുന്നതും എളുപ്പം മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്നതുമായ രീതിയിലാണ്
ഏബിൾ പോയിന്റുകൾ രൂപകൽപ്പന ചെയ്യുക. ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 15,000 രൂപയിൽ കുറയാത്ത വേതനം ഉറപ്പാക്കാനാണ് ശ്രമമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയ ഡാളി, MD മൊയ്തീൻകുട്ടി, ബോർഡ് അംഗം ഗിരീഷ് കീർത്തി എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. TCV തൃശൂർ. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. 27ാം രാവിന്റെ നിറവിലാണ് നോമ്പിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ പ്രവേശിച്ചത്. പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത്. ഗുത്തുബ പ്രസംഗത്തിനും ജുമാ നമസ്കാരത്തിനും പങ്കെടുക്കുന്നവർക്ക് വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് പള്ളി ഇമാം ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. വിശുദ്ധ റംസാന് വികാരനിർഭരമായി വിട ചൊല്ലി ഇമാമുമാർ. അവസാന വെള്ളിയാഴ്ച ഖുത്ബയിലാണ് ഇമാമുമാർ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെ സാക്ഷി നിർത്തി വിശുദ്ധ റംസാൻ വിട ചൊല്ലിയത്. വ്രതാനുഷ്ഠാന നാളുകളിൽ നിന്ന് ഈദുൽ ഫിത്തറിലേക്കുള്ള കടക്കുമ്പോൾ ആഘോഷം സൂക്ഷ്മതയോടെ ആയിരിക്കണമെന്നുമുള്ള സന്ദേശവും നൽകി. ഫിത്തർ സക്കാത്ത് നൽകുന്നതിനെക്കുറിച്ച് അതിന്റെ അളവിനെക്കുറിച്ചും ഇമാമുമാർ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെക്കുറിച്ചും ഇമാമുമാർ പരാമർശിച്ചു. ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടു. SH കോളേജിന് സമീപത്തെ കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടത്. റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണനാണ് പുലിയെ കണ്ടത്. ഏതാനും ദിവസം മുമ്പ് കണ്ണമ്പുഴ റോഡിന് സമീപം വീട്ടുവളപ്പിൽ പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്ത് വനം വകുപ്പ് പുലിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മേഖലയിൽ ഡ്രോൺ പറത്തി പുലിയെ നിരീക്ഷിക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. തെർമൽ ക്യാമറയും പ്രദേശത്ത് ഘടിപ്പിക്കും. നഗരമേഖലയിൽ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇപ്പോൾ ഈ 2-3 ദിവസമായി ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ഭയവും പേടിയൊക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം. പലരും ഇതൊരു ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സമയമാണ്. ആവശ്യമായ പരിശോധനകളൊക്കെ നമുക്ക് അവരവരുടെ വീടുകളിലെ CCTVകളുള്ളവർക്ക് അത് പരിശോധിക്കാം. അല്ലെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു നിരീക്ഷണം കഴിയാവുന്ന രീതിയിൽ എല്ലാവരും നടത്തണം. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് പിടികൂടിയത്. പോലീസ് പെട്രോളിംഗിനിടെ വെള്ളറക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തു നിന്നാണ് ജാബിറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനയ്ക്കായി ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കെ യുവാവിനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. പൈങ്കുളം സ്വദേശി പുത്തൻ വീട്ടിൽ ശ്രീരാഗിനെയാണ് പൈങ്കുളം ഭാരതപ്പുഴ ശ്മശാന കടവിന് സമീപം വെച്ച് പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് ബീഡിയും കണ്ടെടുത്തു. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 125 ഗ്രാം MDMA-യുമായി യുവാവിനെ പേരാമംഗലം പോലീസും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കൊടന്നൂർ സ്വദേശി ചക്കാലപ്പറമ്പിൽ കൈലാസിനെയാണ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന പ്രതിയുടെ കയ്യിൽ MDMA ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ് തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാപ്പാറ സ്വദേശികളായ അഭിജിത്ത്, അമർനാഥ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ SHO BK അരുൺ, സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 10ാം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന ദിവസം കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് പിരിവ് വാങ്ങി മദ്യം വാങ്ങി നൽകിയ കേസിലാണ് പ്രതികൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ പറഞ്ഞു. 5 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 350 പോലീസ് ഉദ്യോഗസ്ഥർ ഭരണി ആഘോഷത്തിന് ഡ്യൂട്ടിയിലുണ്ടാകും. വിവിധ മേഖലകളെ ബന്ധിപ്പിച്ച് ബൈക്ക് പെട്രോളിംഗ് ടീമുകളെ നിയോഗിക്കും. ചന്തപുര, കോട്ടപ്പുറം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ദേശീയപാതയെ 4 മേഖലകളായി തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. KKTM കോളേജ്, ശൃംഗപുരം, P.
ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടപ്പുറം ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിലും പാർക്കിംഗ് സംവിധാനം ഒരുക്കും. മോഷണം തടയാൻ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ക്ഷേത്ര പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കടപ്പുറത്ത് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഈ ഒരു ഏരിയ ഉത്സവ ഏരിയ 2 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട DYSP VK രാജു സാറിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ CIമാരും SIമാരും ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചുമതല DCRB DYSP ശ്രീ SY സുരേഷ് സാറിനുമാണ് നൽകിയിരിക്കുന്നത്. ഹൈവേയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലായിട്ട് പണി നടക്കുന്ന സ്ഥലത്ത് 4 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അവൈലബിളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ ബസ്സുകളും ട്രാവലറുകളും ഒക്കെ പാർക്ക് ചെയ്യുന്നതിനും മറ്റു കാറുകളും മറ്റും പാർക്ക് ചെയ്യുന്നതിനും വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ട്രാഫിക് സെഗ്മെൻറ്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 2 ട്രാഫിക് സെഗ്മെൻറ്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട്. 2 ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകൾ തുറന്നിട്ടുണ്ട്. അവിടെ 1 വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. അനാസ്ഥയ്ക്കെതിരെ ആക്ഷേപവുമായി നാട്ടുകാർ. വടക്കാഞ്ചേരിയുടെ സുരക്ഷ ലക്ഷ്യമിട്ട് 2013-14 കാലഘട്ടത്തിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 5 വർഷം പിന്നിട്ടു. അന്നത്തെ വടക്കാഞ്ചേരി MLAയും സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തും ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ക്യാമറകൾ പ്രവർത്തനരഹിതമായി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഴാനി റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി വാഹനമിടിച്ച് തകർന്ന് നിലം പതിച്ചു. 5 വർഷത്തോളം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ക്യാമറകൾ മോണിറ്റർ ചെയ്തിരുന്നത്. അക്കാലത്ത് വടക്കാഞ്ചേരി നഗരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. വാഹന മോഷണങ്ങളും കുറ്റവാളികളുടെ വാഹനങ്ങളും നഗരപാതയിലൂടെ കടന്നുപോയിരുന്നോ എന്ന് പോലീസിന് കൃത്യമായി പരിശോധിക്കാനും സാധിച്ചിരുന്നു. ഈ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ഉൾപ്പെടെ വടക്കാഞ്ചേരിയിൽ നടന്ന വാഹന മോഷണങ്ങൾ പോലീസിന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട വടിവാൾ വിനീതിനെ പോലുള്ള കുറ്റവാളികളെ നിരീക്ഷിക്കാനും സാധിക്കുമായിരുന്നു. മേഖലയിൽ ക്യാമറകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ K അജിത് കുമാർ ആവശ്യപ്പെട്ടു. നഗരത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായി ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൃഷി ഓഫീസ് മാത്രമല്ല സേവനവും സ്മാർട്ട് ആക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. പുത്തഞ്ചിറ പഞ്ചായത്തിലെ കൃഷിഭവൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയലും വീടും പരിപാടി കൃഷിയിടത്തിന്റെ പ്രാധാന്യമില്ലാതാക്കിയതോടെ ആപ്പും വീടും എന്ന നിലയിലേക്ക് മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മദ്രസ അധ്യാപകനെ ചാലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പരപ്പൻകുഴി കീഴാറ്റൂർ ചുള്ളിവീട്ടിൽ സൈതാലിയെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി അരിപ്ര ഭാഗത്തു നിന്നുമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിയിലെത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു. പോക്സോ കേസ് ചുമത്തിയ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ചാവക്കാട് മണത്തല പള്ളിക്ക് മുൻവശം മരത്തടികൾ കയറ്റിപ്പോയിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് തടികൾ കയറ്റി പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്നു ലോറി. മുല്ലത്തറ വളവിന് മുൻപായി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ മേഖലയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു.
താൻ മേയറായിരുന്ന കാലത്ത് നിരന്തരം നടത്തിയ അഭ്യർത്ഥനയുടെ ഫലം കൂടിയാണ് ഈ ആശുപത്രി കോർപ്പറേഷനിലേക്ക് എത്തിച്ചേരാൻ കാരണമായതെന്നും മന്ത്രി പറഞ്ഞു. മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA ഡയാലിസിസ് മെഷീന്റെ സമർപ്പണവും നടത്തി. ഡെപ്യൂട്ടി മേയർ ML റോസി അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെ സമർപ്പണവും നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷൻ മേയറുണ്ട്, നമ്മുടെ MLA പ്രിയങ്കരനായ MLA ഉണ്ട്, ഡെപ്യൂട്ടി മേയർ. ആഗ്രഹമാണ് ഓരോ മെഷീനുകളും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം ഉദ്ഘാടന പ്രവർത്തനം നമ്മൾ നടന്നുകൊണ്ട് മേയർമാരെ, ആരോഗ്യ 130 വർഷങ്ങൾ നിരവധി പേർക്ക് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്ലാഘനീയമായ നിലയിലുള്ള സേവനമാണ് ഇന്ന് നൽകി പോരുന്നത്. ഒരു കാലത്ത് ഭരണ സംവിധാനങ്ങളുടെ അവഗണനയ്ക്ക് വിധേയമായി നിന്നിരുന്ന ഈ ആശുപത്രി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ആശുപത്രി ഏറ്റെടുത്ത തൃശൂർ കോർപ്പറേഷൻ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിന് മുൻകൈ എടുക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനം കൈവരിച്ചിട്ടുള്ള കേരള സംസ്ഥാനത്ത് രീതിയിൽ പ്രവർത്തിക്കുകയാണ്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ വെട്ടിച്ചു കടന്ന വടിവാൾ വിനീതിനായി അന്വേഷണം ഊർജിതം. പ്രതി ആലപ്പുഴയിലെത്തിയതായാണ് സൂചന. ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാകാൻ എത്തിക്കവെയാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടത്. ഓടി രക്ഷപ്പെട്ട വിനീത് കുമ്പളങ്ങാട് നിന്നും മോഷ്ടിച്ച ബൈക്കുമായി കടന്നതായാണ് സൂചന. വിനീതിനൊപ്പം രക്ഷപ്പെട്ട മറ്റൊരു പ്രതി അന്ന് തന്നെ പോലീസ് പിടിയിലായിരുന്നു. കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് മതപ്പാട് സ്ഥിരീകരിച്ചതോടെ അതിരപ്പള്ളി മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. കാടിറങ്ങുന്ന കൊമ്പൻ പതിവായി ജനവാസ മേഖലയിലെത്താറുണ്ട്. പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കുമാണ് മുന്നറിയിപ്പ്. ആനയെ പ്രകോപിപ്പിക്കരുതെന്നും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുതെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. വെട്ടിക്കുഴി, കോട്ടമല, 2 കൈ, ചൂളക്കടവ് പ്രദേശത്താണ് ഇപ്പോൾ ആനയുടെ വിഹാരകേന്ദ്രം. ഗുരുവായൂർ മേഖലയിൽ മോഷണശല്യം പെരുകുന്നു. പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് നടന്നുപോകുന്നവരെ ലക്ഷ്യമിട്ട് ആണ് മോഷണ സംഘങ്ങൾ. 3 മണിക്ക് ക്ഷേത്രനട തുറക്കുന്നതിനാൽ പുലർച്ചെ മുതൽ ഗുരുവായൂർ നഗരപരിസരം സജീവമാകും. ഇതാണ് മോഷ്ടാക്കൾക്ക് അനുകൂലമാകുന്നത്. ദർശനത്തിനായി ഭക്തരും കട തുറക്കാൻ വ്യാപാരികളും ജീവനക്കാരും പുലർച്ചെ മുതൽ നഗരത്തിലെത്തും. ദർശനത്തിന് നടന്നുവരുന്നവരെ ആക്രമിച്ച് കവർച്ച നടത്തിയ സംഭവങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ ദിവസം ചാമുണ്ടേശ്വരി റോഡിൽ പുലർച്ചെ 3:30 വീട്ടിൽ കയറി ആക്രമിച്ച വയോധികയുടെ 1 പവന്റെ സ്വർണ്ണവിള കവർന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മോഷ്ടാക്കൾ തമ്പടിക്കാറുണ്ട്. റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധർ സംഘം ചേരുന്നതായും ആക്ഷേപമുണ്ട്. ഇനി റംസാൻ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. റംസാനിലെ 27ാം രാവിന്റെ നോമ്പെടുത്ത് സഹപാഠികളുടെ വിശ്വാസത്തെ ചേർത്തുപിടിച്ച് 11-കാരനായ വിദ്യാർത്ഥി. അന്തിക്കാട് ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയും ചിറയത്ത് അത്താണിക്കൽ ഷാജു മിനി ദമ്പതികളുടെ 3ാമത്തെ മകനുമായ ആഷ്റോൺ ആണ് കൂട്ടുകാരുടെ വിശ്വാസത്തെ ചേർത്തുപിടിച്ച് വേറിട്ട മാതൃകയായത്. സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികൾ നോമ്പെടുക്കുന്നത് കണ്ടാണ് ആഷ്റോണിന് റംസാൻ വ്രതം എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയും രാത്രി അത്താഴമൊരുക്കി നോമ്പെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയുമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ചട്ടപ്രകാരം വ്രതമെടുത്ത് 13 മണിക്കൂറോളം പിന്നിട്ട് വൈകിട്ട് 6:38 അന്തിക്കാട് ജുമാ മസ്ജിദിൽ വിശ്വാസികൾക്കൊപ്പം തോളോട് തോൾ ചേർന്നിരുന്നാണ് ആഷ്റോൺ നോമ്പ് തുറന്നത്. മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുത വളർത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് സഹോദര മതത്തിലെ കഠിന വ്രതാനുഷ്ഠാനം ചിട്ടയോടെ പാലിക്കാനുള്ള മകന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം വലിയ ആഹ്ലാദവും ആശ്വാസവും നൽകുന്നതാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഇവന്റെ കൂട്ടുകാരൊക്കെ അത് നോമ്പെടുക്കണ കണ്ടപ്പോ ഇവനൊരാഗ്രഹം തോന്നി. നിനക്ക് അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നോമ്പെടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അവൻ ചോദിച്ചപ്പോ ഞാൻ വിളിക്കാണ്ട് തന്നെ അവൻ പുലർച്ചെ എഴുന്നേറ്റ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഈ സമയം വരെ ഇരുന്നു. ഇനിയിപ്പോ നോമ്പ് തുറക്കാനുള്ള സമയം നോക്കിയിട്ട് അവൻ അന്തിക്കാട് മസ്ജിദിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും എനിക്ക് അവൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. കാരണം ഇന്ന് 10 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഞങ്ങളൊരു ക്രിസ്ത്യൻ കുടുംബമാണ്. നിംസിന്റെ ഒരു ഇതിൽ നോമ്പ് ഇന്നത്തെ സമയം ഫുള്ള് ഒന്നും കഴിക്കാണ്ട് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്തായാലും ഫുള്ള് സപ്പോർട്ട് അവന് കൊടുത്തു. TCV ന്യൂസ് തൃശൂർ. വ്രതവിശുദ്ധിയുടെ 26 ദിനരാത്രങ്ങൾ പിന്നിട്ട് റമദാൻ 27-ാം രാവ്. 1000 മാസങ്ങളുടെ പുണ്യമാണ് 27-ാം രാവിന്. വിമലീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ഇസ്ലാം വിശ്വാസികൾ 27-ാം രാവിന്റെ പുണ്യം തേടി നേരം പുലരുവോളം പ്രാർത്ഥനയിൽ മുഴുകും. ഖുർആൻ പാരായണം, തസ്ബീഹ് നമസ്കാരം, തറാവീഹ് നമസ്കാരം, വിദ്ർ നമസ്കാരം, അസ്മാഉൽ ഹുസ്ന, തൗബ തുടങ്ങിയ കർമ്മങ്ങളാണ് മസ്ജിദുകളിലും വീടുകളിലുമായി നടക്കുന്നത്. ആരാധനാ കർമ്മങ്ങൾക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അഥവാ നിർണയ രാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് റമദാൻ 27-നാണ്. ലൈലത്തുൽ ഖദർ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന മുഹൂർത്തമാണ്. റമദാനിലെ അവസാന 10 ദിനങ്ങളിലെ രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. ഇതിൽ തന്നെ കൂടുതൽ സാധ്യത റമദാൻ 27-ാം രാവിനാണ് കൽപ്പിച്ചത്. ഈയൊരു പ്രത്യേകത കൊണ്ടാണ് 27-ാം രാവിന് വിശ്വാസികൾ അതീവ പ്രാധാന്യം നൽകുന്നത്. ഖുർആൻ അവതരണത്തിന്റെ വാർഷികാഘോഷം കൂടിയാണ് റമദാൻ മാസം. റമദാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ലൈലത്തുൽ ഖദർ രാത്രിയിലാണ് ഖുർആന്റെ അവതരണം എന്നതാണ് ഖുർആൻ സൂക്തങ്ങൾ വ്യക്തമാക്കുന്നത്. വിപുലമായ പ്രാർത്ഥനാ സംഗമങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ചും മതസ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആയിരങ്ങൾ ഒത്തുചേരുന്ന പ്രാർത്ഥനാ സംഗമങ്ങളും ഈ ദിവസം നടക്കുന്നു. റമദാൻ 27 പിന്നിടുന്നതോടെ വിശ്വാസികൾ ഈദ് ആഘോഷത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തോട് ഈ വെള്ളിയാഴ്ച ഖുതൂബകളിൽ മഹല്ല് ഖത്തീബുമാർ വിടവാങ്ങൽ പ്രസംഗം നടത്തും. TCV ന്യൂസ് തൃശൂർ. വിശ്വപൗരൻ എന്ന നിലയിൽ മലയാളികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നമ്മുടെ വിവർത്തന സാഹിത്യം വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്തതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിക്ടർ ഹ്യൂഗോ രചിച്ച പാവങ്ങൾ എന്ന കൃതിയുടെ വിവർത്തനത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച പാവങ്ങൾ വായിച്ച കേരളം ശതാബ്ദി സെമിനാർ സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയാളിയുടെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ഏറ്റവും അധികം സ്വാധീനിച്ച കൃതിയായിരുന്നു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. മാനവസ്നേഹത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത വിഭവങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പകർന്ന ആ കൃതി അനുപമമായ ഒന്നായി തന്നെ സാഹിത്യ പന്താവിൽ തല ഉയർത്തി നിൽക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ സാമൂഹ്യ നിരൂപകൻ KN മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, ജനറൽ കൌൺസിൽ അംഗം വിജയരാജമല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വസാഹിത്യവേദിയിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാവുന്ന തൃശൂർ കോർപ്പറേഷൻ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ കിഴക്കുംപാട്ടുകര ഡിവിഷനെ മാലിന്യമുക്ത ഡിവിഷനായി പ്രഖ്യാപിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സരിത അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ഷാജു, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നന്ദന തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ 40 മണിക്കൂർ ആരാധനയ്ക്ക് തുടക്കമായി. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് വികാരി ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റിമാരായ പോർ കുണ്ടുകുളം, MD ആന്റണി, റാഫി ചമ്മണം, സെബി വല്ലച്ചിറക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ചയും ഞായറാഴ്ചയും ആരാധന തുടരും. ഞായറാഴ്ച വൈകിട്ട് സമാപന തിരുകർമ്മങ്ങൾക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കുനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബർഡ് സ്കൂളിന് ബസ് കൈമാറി. CC മുകുന്ദൻ MLAയുടെ SDF ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ബസ് നൽകിയത്. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി.
BDO സുഷമ മോഹൻ, വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS നജീബ്, CK കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പ്രദേശവും ജനങ്ങളും. അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനവും ശുചിത്വ സന്ദേശ ജാഥയും നടത്തി. സന്ദേശജാഥ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ സുനിത വിനു അധ്യക്ഷത വഹിച്ചു. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ലൂയിസ്, വർക്കേഴ്സ് ക്ലബ് സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ഫ്രാൻസിസ് അറങ്ങാശ്ശേരി, TIK മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരവും ജനകീയ പ്രതിരോധ സദസ്സും സംഘടിപ്പിച്ചു. ആൽത്തറക്കിൽ നടന്ന പ്രതിരോധ സദസ്സ് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൂളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാട്ട്, സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ റോസ് ആൻഡോ, തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി സിജോ ഇഞ്ചോഡിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്റെ ഇച്ഛാശക്തി കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും ജിബി ജോസ് കരസ്ഥമാക്കിയ ഡോക്ടറേറ്റിന് മാധുര്യമേറെയാണ്. ജിബി ജോസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പ്രീ മോഡേൺ സ്റ്റേറ്റ് ഇൻ കൊളോണിയൽ മലബാർ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഇപ്പോൾ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് ജിബി. ജന്മന കാഴ്ചയില്ലാത്ത ജിബി ചിറ്റാറ്റുകര കിഴക്കേത്തലയിൽ താമസിക്കുന്ന അധ്യാപകരായ പുലിക്കോട്ടിൽ ജോസ്, ബ്ലെസ്സി ദമ്പതികളുടെ മകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിസ്റ്ററിയിൽ റാങ്ക് ജേതാവുമായിരുന്നു. ഡോക്ടറേറ്റ് നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ദൈവത്തിൻ്റെയും ഗുരുഭൂതരുടെയും അനുഗ്രഹവുമാണ് ഡോക്ടറേറ്റ് നേടാൻ തനിക്ക് സഹായകമായതെന്നും ജിബി പറഞ്ഞു. UGC നാഷണൽ മെഡിക്കൽ ടെസ്റ്റിൽ ജയറഫോട് കൂടി പാസ്സായി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു സാറ് തയ്യാറായി ഗൈഡാവാനായിട്ട്. അങ്ങനെ 2018 മാർച്ച് 27 യൂണിവേഴ്സിറ്റിയിൽ PhD സ്റ്റാർട്ട് ചെയ്തു. ജിബിക്ക് അനുമോദനങ്ങൾ അറിയിക്കാൻ നിരവധി പേരാണ് വീട്ടിലെത്തുന്നത്. TCV പാവറട്ടി. കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജിബി ജോസിന് അനുമോദന പ്രവാഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പ്രീ മോഡേൺ സ്റ്റേറ്റ് ഇൻ കൊളോണിയൽ മലബാർ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് അനുമോദനങ്ങളുമായി ജിബി ജോസിന്റെ വീട്ടിലെത്തിയത്. മുൻ MP TN പ്രതാപൻ, ചിറ്റാറ്റുകര പള്ളി വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, മൾട്ടിപർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി തുടങ്ങിയവർ ഭവനത്തിലെത്തി അനുമോദനങ്ങൾ നേർന്നു. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിലേക്ക് ആകർഷിക്കുന്നതിനായി FC കേരള സംഘടിപ്പിക്കുന്ന ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ഫെസ്റ്റിവൽ ഞായറാഴ്ച തൃശൂരിൽ നടക്കും. ഫുട്ബോളിലൂടെ വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പടിക്കുക, കളിക്കുക, വളരുക എന്നതാണ് ക്ലബ് പുതുതലമുറയ്ക്ക് മുന്നിലേക്ക് വെക്കുന്ന ലക്ഷ്യം. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മുതൽ രാത്രി 9 വരെ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിൽ 2013, 14, 15 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യുന്ന 80 കുട്ടികളെയാണ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ലബ് ടെക്നിക്കൽ ഡയറക്ടർ VA നാരായണ മേനോൻ, ഡയറക്ടർ ഗിരീഷ് കുമാർ, ഷെയർ ഹോൾഡർമാരായ KN സുരേഷ്, VI ജിജിമോൻ എന്നിവർ പങ്കെടുത്തു. അനിശ്ചിതത്വത്തിലായ ഏനാമാവ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ജലസേചന വകുപ്പാണ് പുതിയ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. 2024 തുടങ്ങേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് നൽകിയതിനെ തുടർന്നാണ് നീണ്ടുപോയത്. രണ്ടാമത്തെ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കരാറുകാരനാണ് ഹൈക്കോടതിയിൽ ആക്ഷേപങ്ങളുമായി ഹർജി നൽകിയത്. കഴിഞ്ഞ മാസം 6-ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പുതിയ ടെൻഡർ വിളിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ 17-ന് പുതിയ ടെൻഡർ ക്ഷണിച്ചതായി ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ ടെൻഡറിലെ കരാറുകാരുടെ പ്രാതിനിധ്യം, കോട്ട് ചെയ്ത തുക എന്നിവയുടെ അടിസ്ഥാനത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും നേരിട്ടില്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊതുപ്രവർത്തകനും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CA ബാബു വിവരാവകാശ പ്രകാരം നൽകിയ കത്തിന് ജലസേചന വകുപ്പ് എറണാകുളം മെക്കാനിക്കൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നുള്ള മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്.
കോട്ടപ്പുറം ലത്തീൻ രൂപതയുടെ കീഴിലെ മാടായിക്കോണം ഫാത്തിമ മാത റോമൻ കാത്തലിക് ദേവാലയത്തിന്റെ ആശീർവാദം ഞായറാഴ്ച നടക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിന് രൂപതാധ്യക്ഷൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചടങ്ങിന് മുന്നോടിയായി ദേവാലയത്തിൽ സ്ഥാപിക്കുന്നതിനായി പോർച്ചുഗലിലെ ഫാത്തിമയിൽ നിന്നും കൊണ്ടുവന്ന ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വാഹന റാലിയും പ്രദക്ഷിണവും നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളി സഹവികാരിമാരായ ഫാദർ മിഥിൻ ടൈറ്റസ്, ഫാദർ അനീഷ് ജോസഫ്, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ബ്രിസ്റ്റോ തൈപ്പാടത്ത്, കേന്ദ്രസമിതി പ്രസിഡന്റ് ബെന്നി ചക്കാലയ്ക്കൽ, ജനറൽ കൺവീനർ രാജീവ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി, ചെറുതുരുത്തി, വലിയടം, വട്ടക്കായൽ കോൾപടവിൽ കൊയ്ത്തു തുടങ്ങി. 150 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. 2 ആഴ്ച കൊണ്ട് നെല്ല് സംഭരണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കൊയ്ത്ത് മെതിയന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് പുരോഗമിക്കുന്നത്. മേഖലയിൽ 2 ദിവസമായി പെയ്യുന്ന മഴ കർഷകരെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. മഴ തുടർന്നാൽ കൊയ്ത്ത് വൈകുമെന്ന പേടിയിലാണ് കർഷകർ. എങ്കക്കാട് മങ്കര മഹല്ല് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ സമൂഹ നോമ്പുതുറയും ലഹരി ബോധവൽക്കരണ ക്ലാസും MLA സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി SK മുഹമ്മദ്, മഹല്ല് പ്രസിഡന്റ് MK അബ്ദുറഹ്മാൻ, എക്സൈസ് ഓഫീസർ ET രാജേഷ്, മഹല്ല് ഖത്തീബ് മുഹമ്മദ് ബഷീർ ഭാഗവി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആൽത്തറയ്ക്കൽ ലഹരിവിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, VM ഷാജഹാൻ, ബൈജു പള്ളിപ്പാടൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി TCV ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. രാസലഹരിക്ക് അടിമപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിന് സമീപം പൊതുകളിസ്ഥലം ഒരുങ്ങുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പതിറ്റാണ്ട് നീണ്ട സ്വപ്നം കൂടിയാണ് ഈ കളിക്കളത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പെരിഞ്ഞനം പഞ്ചായത്തിൽ സ്വന്തമായി വിശാലമായ ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഇറങ്ങിത്തിരിച്ചത്. 2014 തുടങ്ങിയ ശ്രമം ലക്ഷ്യം കണ്ടത് 10 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം. അതും സ്കൂളിന് സമീപത്ത് തന്നെയുള്ള 1 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലവും. 2014 നടന്ന OSA യോഗത്തിലാണ് ഇത്തരത്തിലൊരു കളിസ്ഥലത്തിൻ്റെ അഭാവത്തെപ്പറ്റി പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ച വന്നത്. നമുക്കൊരു 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള സംരംഭം സ്കൂളിനായിട്ട് കിട്ടുന്നതിന് വേണ്ടി. ഇതൊരു കേരളത്തിന് മാതൃകയാണ്. സ്ഥലം വാങ്ങുന്നതിനുള്ള തുക കണ്ടെത്തുകയെന്നത് ശ്രമകരമായിരുന്നുവെങ്കിലും ബഹുജന പങ്കാളിത്തത്തോടെ അതും യാഥാർത്ഥ്യമായി. സ്കൂൾ മാനേജ്മെന്റിന്റെ സംഭാവനയായി 17 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും ആദ്യം ലഭിച്ചു. തുടർന്ന് വ്യാപാരി വ്യവസായികൾ, പ്രവാസികൾ തുടങ്ങിയവരിൽ നിന്നായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് ബാക്കി സ്ഥലവും സ്വന്തമാക്കി. വോളിബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന മണപ്പുറത്ത് നിരവധി ടൂർണമെന്റുകൾ നടത്തിയിട്ടുള്ള ജീവൻ സ്പോർട്സ് ക്ലബിന്റെ കീഴിലാണ് ഈ കളിസ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. മയക്കുമരുന്നിലേക്ക് കുട്ടികൾ അടിമപ്പെടാതെ കളിസ്ഥലങ്ങളിൽ അവരുടെ ഊർജം ഉപയോഗിക്കുകയും ഒപ്പം ഭാവി കായിക താരങ്ങളെ വാർത്തെടുക്കാനും ഉതകുന്ന തരത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ തന്നെ ആധുനിക സംവിധാനങ്ങളോടെ മികച്ച ഒരു കളിസ്ഥലം ഒരുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ക്ലബ്ബ് ഭാരവാഹിയും മുൻ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റുമായ KK സച്ചിത് പറഞ്ഞു. നമ്മുടെ യുവതലമുറ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണം കളിയിടങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. കുട്ടികളെ കളിയിടങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കളിയാണ് ലഹരി എന്ന് കാണിക്കാനായിട്ടുള്ള ആവശ്യമായുള്ള ഭൂമി നമുക്ക് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആയതുകൊണ്ട് ഈ കളിയിടത്തിലൂടെ പുതിയ തലമുറയ്ക്ക് കായിക ലഹരിയിലൂടെ കായിക പ്രതിഭകൾ വളർത്തിയെടുക്കാനും സമൂഹത്തിന് ഏറ്റവും മികച്ച ഒരു പൗരനെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പൊതുസമൂഹത്തിന് ഏൽപ്പിക്കുന്നത്. സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും. TCV ന്യൂസ്, കയ്പമംഗലം.
തളിക്കുളം പഞ്ചായത്തിൽ വനിതകൾക്കുള്ള കമ്പ്യൂട്ടർ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. കമ്പ്യൂട്ടർ പരിശീലന പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോർജ് HSS പുറ്റേക്കരയിലെ PTA നേതൃത്വത്തിൽ JRC, SPC, NCC യൂണിറ്റുകൾ പുറ്റേക്കര സെന്ററിൽ ലഹരിക്കെതിരെ ഉണരാം എന്ന പരിപാടി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് OK ഗ്ലേഷ് അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ഉഷാദേവി, പേരമംഗലം SHO KC രതീഷ് എന്നിവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എടത്തിരുത്തി 14 വാർഡ് പൊനത്തിൽ രാധാകൃഷ്ണന്റെ മകൻ 32 വയസ്സുള്ള അഭിജിത്താണ് ചികിത്സാ സഹായം തേടുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഡയാലിസിസിലൂടെയാണ് അഭിജിത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. അടിയന്തര ശസ്ത്രക്രിയയല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്നാണ് അഭിജിത്തിനെ ചികിത്സിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. 25 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരിക. +2 കഴിഞ്ഞ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സും പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നു അഭിജിത്ത്. ഈ സമയത്താണ് രോഗബാധ വന്നത്. അസുഖം മൂർച്ഛിച്ചതോടെ ജോലിക്ക് പോകാനും കഴിയാത്ത സാഹചര്യമായി. വീടിനോട് ചേർന്നുള്ള ചെറിയൊരു കടയാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. 2007 ലിവർ സർജറി കഴിഞ്ഞാണ്, ലിവർ മാറ്റിക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാണ്. പിന്നെ തുടർ ചികിത്സയായിട്ട് ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് അസുഖം ബാധിച്ചു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഡയാലിസിസിലാണ് പോകണം. ലാസ്റ്റ് സ്റ്റേജ് അതിൻ്റെ കിഡ്നി മാറ്റി വയ്ക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അഭിജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ PR നിഖിൽ, അഭിജിത്തിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരിൽ എടത്തിരുത്തി ഫെഡറൽ ബാങ്കിൽ സംയുക്ത അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. TCV കൈപ്പമംഗലം. മറ്റത്തൂർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. KK രാമചന്ദ്രൻ MLA പ്രഖ്യാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സെക്രട്ടറി M ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വയോജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. കാറളം വെള്ളാനി ഗുരുഭവൻ LP സ്കൂളിലെ പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിക്കുന്നത്. കാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, സ്കൂൾ മാനേജർ രാജൻ മുളങ്ങാടൻ, സുനിത മനോജ്, സുനിൽ മാലാന്തര, ജഗജി കായംപുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും എല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗവൺമെന്റിന്റെ നല്ല രീതിയിലുള്ള ജാഗ്രതാപൂർണമായ ഇടപെടലുകൾ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ റമദാൻ മാസത്തിലെ 27ാം രാവിൽ ബ്ലാങ്ങാട് മഹല്ലും യുവജന കൂട്ടായ്മയും സംയുക്തമായി ഇഫ്താർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. 21 വർഷം തുടർച്ചയായി നടത്തിവരുന്ന ഈ മഹനീയ സദസ്സിലേക്ക് കുട്ടികളും സ്ത്രീകളും അടക്കം 1000-ലേറെ പേർ പങ്കാളികളായി. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നാടിപ്പ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയെ ഹരിത വായനശാലയായി പ്രഖ്യാപിച്ചു. വാർഡ് മെമ്പർ NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, വായനശാല ജോയിന്റ് സെക്രട്ടറി PV അശോകൻ, വൈസ് പ്രസിഡന്റ് TM ശിഖാമണി എന്നിവർ സംസാരിച്ചു. വട്ടനാത്രയിൽ കായാമ്പൂ പൂവിട്ടത് മനം മയക്കും കാഴ്ചയായി. അപൂർവമായി മാത്രമാണ് കായാമ്പൂ പുഷ്പിക്കാറുള്ളത്. പൂത്തുകഴിഞ്ഞാൽ അടിമുടി നീലവർണ്ണമണിയുന്നു എന്നത് ഈ ചെടിയുടെ മാത്രം പ്രത്യേകതയാണ്. വട്ടനാത്ര മഞ്ഞളി ബേബി തോമസിന്റെ വീട്ടുപറമ്പിലാണ് കായാമ്പൂ ചെടി പൂവിട്ടത്.
പറമ്പിൽ സ്വാഭാവികമായി ഉണ്ടായതാണെന്നും വച്ചുപിടിപ്പിച്ചതല്ലെന്നും വീട്ടുകാർ പറയുന്നു. ഈ ചെടി ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷേ പൂവുണ്ടായപ്പോഴാണ് ഇത് കായാമ്പൂ ആണെന്നുള്ളത് കണ്ടത്. ഇതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. അതായത് ഇതിന്റെ വേര് തൊട്ട് ഇല വരെ ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു സസ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സസ്യം വീട്ടിലുണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കായാമ്പൂ പൂവിടുന്നത്. കായാമ്പൂ നൈസർഗികമായി വളർന്നുവന്ന കുന്നുകൾ ഇല്ലാതായതോടെ വംശനാശ ഭീഷണിയിലുമാണ്. കായാമ്പൂ പൂക്കുന്നത് പുണ്യമാണെന്ന് കരുതിയ ഒരു തലമുറയുണ്ടായിരുന്നു. നല്ല കരുത്തുള്ള കായാമ്പൂ മണ്ണൊലിപ്പ് തടയുന്നതിനും വെച്ചുപിടിപ്പിച്ചിരുന്നു. നീലവർണ്ണത്തിലുള്ള പൂക്കൾ തണ്ടിനോട് പറ്റിപ്പിടിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. കായാമ്പൂ ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയുമാണ്. 10 അടിയോളം ഉയരം വയ്ക്കുന്ന കായാമ്പൂ ചെടി പ്രധാന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ്. കായാവ്, അഞ്ജനം, കനലി, കാശാവ് എന്നീ പേരുകളിലും ഈ ചെറുസസ്യം അറിയപ്പെടുന്നു. ഉറപ്പുള്ള തണ്ടുള്ള ചെടിയായതിനാൽ കത്തിക്ക് പിടിയാക്കുവാനും ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നു. കായാമ്പൂവിന്റെ വേരുകളും ഇലകളും ഔഷധമായി ഉപയോഗിക്കുമ്പോൾ കട്ടിയുള്ള തണ്ടുകൾ ചെണ്ടക്കോലായും ഊന്നുവടിയായും ഉപയോഗിക്കുന്നു. തണ്ടിൽ പൂക്കുന്ന പൂവിന് നേരിയ സുഗന്ധവും ഉണ്ട്. കായാമ്പൂ ചെടി പൂത്തുലഞ്ഞ കാഴ്ച കാണുവാനും ചിത്രമെടുക്കുന്നതിനുമായി ബേബി തോമസിന്റെ വീട്ടിൽ നിരവധി ആളുകളാണ് എത്തുന്നത്. TCV പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ആവർത്തിക്കുന്ന വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ തടയാൻ നടപടിയാകുന്നു. വന്യജീവികൾ കാടിന് പുറത്തു വരുന്നത് തടയാൻ വനാതിർത്തിയിൽ ഹാങ്ങിംഗ് സോളാർ വേലിയും മഴക്കുഴികളും നിർമ്മിക്കും. MLA ഫണ്ട് ഉപയോഗിച്ച് 5 നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. ഇതിനായി നബാർഡിന്റെ ധനസഹായത്തോടെ വിശദമായ എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കും. നിർവഹണ ഏജൻസിയെ നിശ്ചയിച്ചു കഴിഞ്ഞതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പുല്ലുപിടിച്ച മലിനമായ ചാവക്കാട് നഗരത്തിലെ പുരാതനമായ അമ്പത്തുകുളം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി ശുചീകരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, AH അക്ബർ, MR രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,340, പവന് 66,720. വെള്ളി ഗ്രാമിന് 111, പ്ലാറ്റിനം ഗ്രാമിന് 3,374 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധി തീർക്കാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്. കേന്ദ്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജേഷ്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന 100 ഖാദി ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തുടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന പദ്ധതിക്ക് കീഴിലാണ് യൂണിറ്റുകൾ സ്ഥാപിക്കുകയെന്നും മന്ത്രി. റംസാൻ മാസത്തിലെ അവസാന വെള്ളി ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ചാലക്കുടിയിൽ നഗരമേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. തിരച്ചിൽ വ്യാപിപ്പിച്ച് വനം വകുപ്പ്. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMA-യുമായി യുവാവ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുരക്ഷയ്ക്ക് 350ഓളം പോലീസുകാരെ നിയമിക്കും. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. 12 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.